തളിപ്പറമ്പിലെ CPM വിമതനും നിയുക്ത MLAയുമായ TK ഗോവിന്ദന്റെ ഭാര്യ രമണിയുടെ ചിത്രം മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരിൽ നിന്നും മാറ്റി. 2020-25 കാലത്ത് രമണി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷനുകളാണ് സന്ദർശക മുറിയിൽ നിന്ന് നീക്കിയത്. TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതിന് രമണിയെ CPMൽ നിന്ന് പുറത്താക്കിയിരുന്നു. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, CPMന്റെ മുഖ്യ അജണ്ടകളിലൊന്നാണ് എപ്പോഴും ഈ പ്രതികാര നടപടികൾ ഇങ്ങനെ തുടരുക എന്നുള്ളത്. ഇപ്പോൾ TK ഗോവിന്ദന്റെ ഭാര്യയ്ക്കെതിരെ നേരത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ CPMൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ ഈ സന്ദർശക മുറിയിൽ നിന്ന് ഈ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ, വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനുകളിൽ നിന്നും അവരുടെ ചിത്രം നീക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രോഹിണി, തങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകൾക്ക് നേരെ പ്രതികാര നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്കെതിരെ പ്രതികാര നടപടിയെടുക്കുന്ന CPM നയം തുടരുകയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ നയം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദന്റെ ഭാര്യയുടെ ചിത്രമാണ് മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മാറ്റിയത്. മലപ്പട്ടം പഞ്ചായത്ത് എന്ന് പറയുന്നത് CPM മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. 2020-25 സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഈ TK ഗോവിന്ദന്റെ ഭാര്യയായ രമണി. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷനുകൾ അവിടെ സന്ദർശക മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുറിയിൽ നിന്നാണ് ഈ രമണിയുടെ ചിത്രം ഉൾപ്പെടുന്ന വികസന പ്രവർത്തികളുടെ കാര്യങ്ങൾ അവർ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഇത് ഒരു പ്രതികാര നടപടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവിടെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ MLA ആയൊരു സമയമുണ്ട്. ആ സമയം തൊട്ട് തന്നെ ഒരു പ്രതികാര നടപടി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിലെ സന്ദർശക മുറിയിൽ നിന്ന് ഈ രമണിയുടെ ചിത്രം മാറ്റിയതടക്കം ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ TK ഗോവിന്ദൻ പാർട്ടി വിട്ട സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതാക്കളടക്കം പറഞ്ഞത് TK ഗോവിന്ദൻ മാത്രമാണ് പാർട്ടി വിട്ടത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം TK ഗോവിന്ദൻ്റെ ഭാര്യയായ രമണി UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ രമണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഫലമൊക്കെ വന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അതിനിടയിലാണ് ഇപ്പോൾ ഈ സന്ദർശക മുറിയിൽ നിന്ന് രമണിയുടെ ചിത്രം പോലും നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രോഹിണി.